ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരാളുടെ വൈബ്രേഷൻ ഹയർ ആക്കുക എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പക്ഷേ ആ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് കുറച്ച് ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഓൾറെഡി ആൻസർ ഉണ്ടായിരിക്കണം. ആദ്യത്തെ, എന്താണ് വൈബ്രേഷൻ? രണ്ടാമത്തെ, എന്താണ് ഹൈ വൈബ്രേഷൻ? മൂന്നാമത്തെ, ഒരാൾക്ക് ഹൈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെൻറ്റൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അത് ശരിക്കും സത്യമാണോ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? മൂന്നാമത്, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഹൗ ടു എന്ന് പറയില്ല, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഏതൊരു വ്യക്തിയുടെയും വൈബ്രേഷൻ നമ്മൾക്ക് ഹൈ ആക്കാൻ സാധിക്കുക? ഇത്രയും ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ ദെൻ ഈ വീഡിയോയുടെ പർപ്പസും ഫുൾഫിൽ ആവും. സോ വൈകിക്കേണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വൈബ്രേഷൻ? എല്ലാവർക്കും അറിയുന്നൊരു കോമൺ ആയിട്ടുള്ള വൈബ്രേഷൻ എന്താണ്? ഫോൺ വൈബ്രേഷൻ, മെഷീൻസിൻ്റെ വൈബ്രേഷൻ. അത് വൈബ്രേഷനാണ്, അല്ല എന്നല്ല പറയുന്നത്, സ്റ്റിൽ വൈബ്രേഷൻ. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് സംസാരിക്കുമ്പോൾ, മനുഷ്യൻ എന്ന് സംസാരിക്കുമ്പോൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഫോൺ വൈബ്രേഷനോ മെഷീൻ്റെ വൈബ്രേഷനോ അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സയൻസിൻ്റെയും ക്വാണ്ടം ഫിസിക്സിൻ്റെയും യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്ന ആസ്ട്രോ ഫിസിക്സ് എന്ന് പറഞ്ഞ ആ എല്ലാ മേഖലകളെയും എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം ഞാനിവിടെ ഷെയർ ചെയ്യാം. നമ്മൾ ഭൗതികമായി കാണുന്ന ഈ ലോകമില്ലേ, കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഈ ലോകം, ഇതിങ്ങനെയല്ല ശരിക്കും. നമ്മൾ പെർസീവ് ചെയ്യുന്ന പോലെയല്ല ഈ ലോകം. ഇതിന് മറ്റ് പല സത്യങ്ങളുണ്ട്. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോൾ ഒരു ചെറിയൊരു സാധനത്തെ എടുത്ത് സൂം ചെയ്ത് പോയപ്പോൾ അതിൽ ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. മാറ്റർ ഒന്ന്, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആറ്റംസ് പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ആറ്റം വളരെ ടൈറ്റായിട്ട് ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു ടാഞ്ചിബിൾ സാധനം ടാഞ്ചിബിളായി നിൽക്കുന്നത്, ഒരു ഭൗതിക വസ്തു ഭൗതികമായി അവിടെ നിലനിൽക്കുന്നത്. അല്ലാതെ അതൊരു തൊടാനും കാണാനൊക്കെ പറ്റുന്ന ഒരു സാധനമല്ല. അതിൻ്റെ എക്സാക്ട് ഫോർമാറ്റ് ശരിക്കും ഒരു വൈബ്രേഷനാണ്. അപ്പോൾ ശാസ്ത്രജ്ഞർ പറയാൻ തുടങ്ങി. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇത് എക്സാക്ട് മെഷർമെൻ്റ് ഒന്നുമല്ല, 20 ഹെർട്സ് ഒരു മെഷർമെൻ്റാണ്. ഇതിലൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു റേറ്റിലാണ്. ഇപ്പോൾ ചിലപ്പോൾ അതിനെ കാണാൻ പറ്റില്ലായിരിക്കും, മനുഷ്യൻ്റെ കണ്ണിൽ അത് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷേ മൃഗങ്ങളുടെ കണ്ണിൽ അത് കാണാൻ സാധിക്കും. ഇത് പോയിട്ടൊരു 300-400 ഹെർട്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻ നന്നായിട്ട് കൂടി ആറ്റംസ് വളരെ ടൈറ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഓട്ടോമാറ്റിക്കലി അതൊരു മാറ്ററാവും, കാണാനും തൊടാനൊക്കെ പറ്റുന്ന ഒരു വസ്തുവായി, ഭൗതിക വസ്തുവായി മാറും. അപ്പോൾ മാത്രമാണ് മനുഷ്യനെ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ കണ്ണിന് അത് പെർസീവ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളുടെ കണ്ണിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ആനിമൽസിന് കാണാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. രാത്രി കാലത്ത് മാത്രമേ മൂങ്ങ ആക്ടിവേറ്റ് ആവുള്ളൂ, അവരുടെ കണ്ണ് അപ്പോഴേ പ്രവർത്തിക്കുള്ളൂ. അതിനർത്ഥം അവരുടെ കണ്ണടിച്ചു പോയി എന്നല്ല, അവരുടെ ശേഷി അങ്ങനെയാണ്. നമ്മൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റാത്തത് മൂങ്ങകൾക്ക് സാധിക്കും. കാരണം അവർക്കൊരു വൈബ്രേഷൻ മാത്രമേ കിട്ടൂ, നമ്മൾക്കത് കിട്ടില്ല. എന്നാൽ നമ്മൾക്ക് കിട്ടുന്നതോ മൂങ്ങയ്ക്ക് കിട്ടില്ല. അതുപോലെ നായ്ക്കളുടെ കാര്യം എടുത്താലും അറിയാം എന്തുകൊണ്ടാണ് അവർ നമ്മളെ കാവൽ ചെയ്യുന്നത്. നമ്മൾക്ക് കേൾക്കാത്ത ശബ്ദങ്ങൾ അവർക്ക് കേൾക്കും, നമ്മൾക്ക് കാണാത്ത കാര്യങ്ങൾ അവർക്ക് കേൾക്കും. കാരണം അതെല്ലാം വൈബ്രേഷൻ്റെ കളികളാണ്. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾ പറയും, നമ്മൾക്ക് കണ്ണുകൊണ്ടൊരു സാധനം കാണാൻ പറ്റി, തൊടാൻ പറ്റി, അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് തൊടാനും കാണാനൊക്കെ പറ്റുന്നതിനുള്ള യഥാർത്ഥ സീക്രട്ട് അതിനുള്ളിലുള്ള വൈബ്രേഷനാണ്. അതിനുള്ളിൽ ആറ്റംസിൻ്റെ ചേർന്ന് കിടക്കുന്ന ഒരു ഘടനയും അതിലുള്ളൊരു വൈബ്രേഷനാണ്. ഞാൻ പറയുന്നത് സയൻറ്റിഫിക്കലി ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് വൈബ്രേഷൻ. അതിൽ വേദങ്ങളും പറയുന്നു, സയൻസും മോഡേൺ സയൻസും പറയുന്നു, ഈ പ്രപഞ്ചം മുഴുവനും വൈബ്രേഷനാണ്, എല്ലാം വൈബ്രേഷനാണ്. ചിലതൊരു പർട്ടിക്കുലർ മെഷർമെൻറ്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, അത് ചില ജീവികൾക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കുന്നു. മറ്റൊന്ന് വേറെ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, അത് ചിലർക്ക് കാണാനും അറിയാനും പറ്റുന്നു, പക്ഷെ മറ്റു ജീവികൾക്ക് പറ്റില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുണ്ട്, അത് മുഴുവനും വൈബ്രേഷനാണ്. ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം തന്നെ വൈബ്രേഷനാണ്. ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രണവമന്ത്രം ഓം. വേദത്തിൽ ഇതാണ് സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ വൈബ്രേഷൻ. അതൊരു വൈബ്രേഷനാണ്, 3 ശബ്ദങ്ങളുടെ ഒരു ഘടന, ബട്ട് ഫണ്ടമെൻ്റലി അതൊരു വൈബ്രേഷൻ മാത്രമാണ്. സോ ആ കാര്യം ആദ്യം മനസ്സിലാക്കുക. ഈ സൃഷ്ടി മുഴുവനും വൈബ്രേഷനാണ്. പല വ്യത്യസ്ത റേറ്റുകളിൽ, വ്യത്യസ്ത മെഷർമെൻറ്റുകളിൽ, വ്യത്യസ്ത അളവുകളിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് പല സൃഷ്ടികളായി മാറുന്നത്. ഒരു പർട്ടിക്കുലർ വൈബ്രേഷനിൽ വരുമ്പോൾ അത് മനുഷ്യനാകുന്നു.
ആ വൈബ്രേഷൻ മാറുമ്പോൾ അതൊരു മൃഗമാകുന്നു, ആ വൈബ്രേഷൻ മാറുമ്പോൾ മറ്റൊരു വസ്തുവാകുന്നു. മനസ്സിലായില്ലേ? എല്ലാം വൈബ്രേഷനാണ്. പക്ഷെ അതിൻ്റെ വൈബ്രേഷൻ റേറ്റിൽ വരുന്ന വ്യത്യാസം, അതിൻ്റെ മെഷർമെൻറ്റുകൾ മാറുമ്പോഴാണ് സൃഷ്ടിയിലും വ്യത്യാസം സംഭവിക്കുക. വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇത് ഒരിക്കലും മറക്കരുത്. കാരണം ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും പുറത്തും അകത്തും എല്ലാവരും എന്തുകൊണ്ടാണ് ഹയർ വൈബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്? കാരണം വൈബ്രേഷനാണ് റിയാലിറ്റി ഉണ്ടാക്കുന്നത്. വൈബ്രേഷനാണ് സൃഷ്ടിയുടെ തന്നെ അടിസ്ഥാനം. അപ്പോൾ പിന്നെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറയേണ്ടതില്ല. രണ്ടാമത്, എന്താണ് ഹൈ വൈബ്രേഷൻ? എന്താണ് ഹൈ വൈബ്രേഷൻ? ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വൈബ്രേഷന് പല മെഷർമെൻറ്റുകളുണ്ട്. ഇതിന് നമുക്ക് 3ആയി തിരിക്കാം: ലോ വൈബ്രേഷൻ, ന്യൂട്രൽ വൈബ്രേഷൻ, ഹൈ വൈബ്രേഷൻ. ലോ വൈബ്രേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിനെ ക്വാണ്ടം ഫിസിക്സിൻ്റെ കണ്ണിൽ മാനിഫെസ്റ്റേഷനായിട്ടൊന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവിൽ ഇങ്ങനെ പറയാൻ സാധിക്കും. ലോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, ഈ ഭൂമിയുടെ കാര്യം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ, മറ്റ് പ്ലാനറ്റ് വിട്ടേക്കൂ. ഈ ഭൂമിയിൽ വളരെ ഈസി ആയിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഊർജങ്ങളാണ് ലോ വൈബ്രേഷൻ. എന്താണ്? നെഗറ്റീവ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ റിസൾട്ടാണ് നെഗറ്റീവ്, പക്ഷേ അതിൻ്റെ ഡെഫിനിഷൻ നെഗറ്റീവ് എന്നല്ല. ആർക്ക് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും ഏത് ശക്തിക്കും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്ന വൈബ്രേഷനാണ് ലോ വൈബ്രേഷൻ. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും ആർക്ക് വേണമെങ്കിലും നിയന്ത്രിക്കാം. നിങ്ങളെ ട്രിഗർ ചെയ്യാം, നിങ്ങളെ വേദനിപ്പിക്കാം, നിങ്ങളെ വിഷമിപ്പിക്കാം, രണ്ടും ഒന്നാണല്ലേ, നിങ്ങളെ ചലഞ്ച് ചെയ്യിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് നിങ്ങൾ മറ്റുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈബ്രേഷനാണ്, മറക്കരുത്. മറ്റ് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈബ്രേഷൻ. അത് മറ്റ് വൈബ്രേഷൻ, അത്രയേ ഉള്ളൂ. മറ്റ് വൈബ്രേഷൻസ് എളുപ്പത്തിൽ നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ അതാണ് ലോ വൈബ്രേഷൻ. അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വികാരങ്ങളും എല്ലാം നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വൈബ്രേഷനാണ്? ലോ വൈബ്രേഷൻ. ഇത് മനുഷ്യന് മാത്രമല്ല, സൃഷ്ടിയിൽ എല്ലാവിടെയും, ഭൂമിയിൽ എല്ലാവിടെയും ഇത് കോമൺ ആണ്. ഏതൊരു വസ്തുവിനും മറ്റൊരാൾക്ക് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലോ വൈബ്രേഷൻ ആയിരിക്കും. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾക്ക് നെഗറ്റിവിറ്റി വരുന്നത്. അല്ലാതെ ലോ വൈബ്രേഷൻ എന്നത് നെഗറ്റീവാണ് എന്നല്ല. കുറേ എനർജികൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്താൽ പിന്നെ നമ്മൾക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല, അല്ലേ? നമ്മളുടേതായ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല, നമ്മളുടേതായ പേഴ്സണാലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ ചിന്നിച്ചെതറി സ്കാറ്റേഡായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ വ്യക്തിക്ക് എന്ത് അടിസ്ഥാനം? ഇവർക്ക് എന്ത് ഫൗണ്ടേഷൻ? ഇവർക്ക് എന്ത് ക്വാളിറ്റി ഉള്ള ജീവിതം? അവരെപ്പോഴും ഇങ്ങനെ സ്കാറ്റേഡായി ശ്രദ്ധയില്ലാതെ വളരെ ഒരു നെഗറ്റീവായിട്ടായിരിക്കും ജീവിക്കുക. സോ ഫണ്ടമെൻ്റലി തുടക്കത്തിൽ തന്നെ അവർ നെഗറ്റീവ് വ്യക്തി എന്നല്ല, അവർ ലോ വൈബ്രേഷനാണ്. ഓട്ടോമാറ്റിക്കലി ചുറ്റുമുള്ള ഏതൊരു വൈബ്രേഷനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അത് കാരണം അവർ നെഗറ്റീവിലേക്ക് പോയി പെടുന്നു. അവരുടെ എനർജി നെഗറ്റീവായി മാറുന്നു. അതൊരു ടോക്സിക് പേഴ്സണായി മാറുന്നു. ഇതാണ് ടോക്സിക് പേഴ്സൻ്റെയും നാർസിസ്റ്റുകളുടെയും ഒരു ട്രെയ്റ്റ്. ചെറുപ്പം മുതൽ അവരിങ്ങനെയായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവരങ്ങനെ ആവുന്നത്. അതിനകത്ത് അവരെ സഹിക്കണം എന്നല്ല, ടോക്സിക് ഈസ് ടോക്സിക്, അതാരും സഹിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേത് ന്യൂട്രൽ വൈബ്രേഷൻ. ഇത് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലോയോ അല്ല ഹൈയോ അല്ല, നിങ്ങളുടെ വൈബ്രേഷൻ പക്ക പ്യുവറാണ്, ക്ലീനാണ്. ഓക്കെ, നിങ്ങൾക്ക് ലോ വൈബ്രേഷൻ എഫക്റ്റ് ചെയ്യില്ല, ഒപ്പം ഹൈ വൈബ്രേഷനും എഫക്റ്റ് ആവില്ല. വളരെ ന്യൂട്രൽ. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം എടുക്കുക. അതിനെന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? അതിനെന്തെങ്കിലും സ്മെല്ലുണ്ടോ? അതിനെന്തെങ്കിലും ഒരു ക്വാളിറ്റി എന്ന് പറയാനുണ്ടോ? ഇല്ല. പക്ഷെ അത് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? ഒരു ഫ്രൂട്ട് ജ്യൂസിനേക്കാളും ഒരു ഫ്ലേവറിനേക്കാളും വെള്ളമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്, അല്ലാതെ ജ്യൂസോ കോലയോ ഒന്നുമല്ല. പക്ഷെ അതിന് നിറവില്ല, ഫ്രേഗ്രൻസ് ഇല്ല, പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല, ഒരു വലിയ സുപ്രീം ക്വാളിറ്റി എന്ന് പറയാൻ ഒന്നുമില്ല, കളറില്ല, ടെക്സ്ചർ ഇല്ല, ഒന്നുമില്ല. പക്ഷെ അതാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. സോ ഇറ്റ് ഈസ് ന്യൂട്രൽ. അതിൻ്റെ pH ലെവലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതന്നെയാണ് ഇവിടെ വൈബ്രേഷൻ്റെ കാര്യത്തിൽ. നമ്മുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആവുക എന്ന് പറഞ്ഞാൽ ലോ വൈബ്രേഷനും തൊടാൻ പറ്റില്ല, ഹൈ വൈബ്രേഷനും തൊടാൻ പറ്റില്ല. ഇതൊരു സ്പെഷ്യൽ ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആണ്. ഇത് നാച്ചുറലി ഒരാൾക്ക് വരില്ല. അപ്പോൾ ലോയും ഹൈയൊക്കെ നമുക്ക് ഉണ്ടാക്കാം.
ന്യൂട്രൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗികളും മെഡിറ്റേറ്റേഴ്സും സാധകരൊക്കെയാണ് ഈ വൈബ്രേഷന് വേണ്ടി സ്ട്രൈവ് ചെയ്യുക. കാരണം അവർക്ക് ഈ ലോ വൈബ്രേഷനായി ഭൂമിയുടെ സ്വാധീനത്തിലും പെടണ്ട, ഹൈ വൈബ്രേഷനായ വലിയ വലിയ ദൈവങ്ങളുടെ വൈബ്രേഷൻ അവർക്ക് പെടണ്ട. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, ദൈവവും അവർക്ക് വേണ്ടതെന്ന്. അതാണ് യോഗികളുടെ സ്പെഷ്യാലിറ്റി. അവരാരെയും ആശ്രയിക്കുന്നില്ല, ആരോട് എതിർപ്പില്ല കേട്ടോ, ഒന്നും അവരെ എതിർക്കുകയല്ല. പക്ഷെ അതേസമയം അവരാരെയും ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വരുന്നു, ജീവിക്കുന്നു, സമാധിയാവുന്നു, പോകുന്നു, ആരും അറിയാതെ. അതാണ് യോഗികളുടെ മഹത്വം, അതാണ് യോഗയുടെ മഹത്വം. സോ അവരാണ് ന്യൂട്രൽ വൈബ്രേഷന് വേണ്ടി സ്ട്രൈവ് ചെയ്യുക. ക്ലിയർ? എന്താണ് ഹൈ വൈബ്രേഷൻ? ഉയർന്ന ക്വാളിറ്റിയുള്ള, ഉയർന്ന ചിന്താഗതികളുള്ള, നമ്മളെ എപ്പോഴും വളരാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഊർജങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ അനുവദിക്കുന്ന സ്റ്റേറ്റാണ് ഹൈ വൈബ്രേഷൻ. കുഴപ്പിക്കണ്ട, കോംപ്ലക്സ് ആക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളെ സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ഊർജം എന്തോ അത് ഹൈ വൈബ്രേഷൻ. അതിനെ നിങ്ങൾ റിസപ്റ്റീവായിട്ട്, അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി നിന്നാൽ നിങ്ങൾ ഹൈ വൈബ്രേഷനാണ്. അതുപോലെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും. നല്ല കാര്യങ്ങൾ, നല്ല വസ്തുക്കൾ, നല്ല ആളുകൾ, ഇവർ മാത്രം ഹെൽത്തി ആയിട്ടുള്ള മനസ്സും വികാരങ്ങളും ഊർജങ്ങളുമുള്ള വ്യക്തികളും വസ്തുക്കളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സ്റ്റേറ്റാണ് ഹൈ വൈബ്രേഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, നിങ്ങളുടെ മനസ്സിലെ ടോക്സിസിറ്റി 0 എന്ന് പറയാൻ സാധിക്കില്ല, വളരെ കുറവായിരിക്കും. ചിലർ 0 ഉണ്ട്, പക്ഷെ അവർ ഞാൻ പറഞ്ഞാൽ ന്യൂട്രലിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യുക, അവർ ഹൈന് വേണ്ടി നിൽക്കില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് വളരെ വളരെ ചുരുക്കം ടോക്സിസിറ്റി ഉണ്ടാവുള്ളൂ. ഇമോഷൻസ് വളരെ ആരോഗ്യകരമായിരിക്കും, ശരീരം ആരോഗ്യകരമായിരിക്കും. നിങ്ങളുടെ ഹാബിറ്റുകൾ ഒരാൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ ആളെ പോലെ ആയിരിക്കില്ല. ചിലരുണ്ടല്ലേ വളരെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നു, അവരവരുടെ ധ്യാനമോ ജപമോ യോഗയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. അവർക്ക് അവരുടേതായ ഡിസിപ്ലിൻ ഉണ്ട്, അവർക്ക് അവരുടേതായ ഫോക്കസ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്. അവരെ കണ്ട ആരും ഒന്ന് കൊതിച്ചു ഇവരെ പോലെ നമുക്ക് ആയാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ലോകത്ത് കാണുന്ന ഏറ്റവും സക്സസ്ഫുള്ളായ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ ഒരു ലോകത്തെ ബെറ്ററാക്കണം എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ക്വാളിറ്റി ഉണ്ടാവും. ഇതാണ് ഹൈ വൈബ്രേഷൻ. കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പോഴും പുഞ്ചിരിച്ച് തുള്ളിച്ചാടി നിന്നാൽ ഹൈ വൈബ്രേഷൻ. അങ്ങനെയല്ല, അതൊരു ഇമോഷണൽ സ്റ്റേറ്റ് മാത്രമാണ്, വികാരങ്ങളുടെ ഒരു സ്റ്റേറ്റാണ്. അതിനർത്ഥം നിങ്ങൾ ഹൈ വൈബ്രേഷൻ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എനർജി വേറെ, ഇമോഷൻസ് വേറെ, രണ്ടും കുളമാക്കരുത്. എനർജി കാരണം ഇമോഷൻസ് റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ എനർജി നല്ല ഹൈ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും വളരെ സമാധാനത്തോടെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും, വളരെ കാം ആൻഡ് കൺട്രോൾഡ് ആയിരിക്കും. നിങ്ങൾ ആർക്കും ഇളക്കാൻ സാധിക്കില്ല, നിങ്ങളെ ട്രിഗർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ വായ തുറക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കൺട്രോളാണ് വാക്കുകൾ, നിങ്ങളുടെ കൺട്രോളാണ് ആക്ഷൻസ്. നിങ്ങൾക്ക് ദേഷ്യപ്പെടാം, പക്ഷെ നിങ്ങളുടെ കൺട്രോളാണ് ദേഷ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും അവിടെ ദേഷ്യവും വികാരങ്ങളും എല്ലാം ഫങ്ഷൻ ചെയ്യാം. അല്ലാതെ ഒരു കല്ല് പോലെ ജീവനില്ലാത്ത ഒരാളല്ല ഹൈ വൈബ്രേഷൻ. ഏറ്റവും കൂടുതൽ ജീവനും തുടിപ്പുമുള്ള ആളാണ് ഹൈ വൈബ്രേഷൻ ഉള്ള ആൾ. അവർ ഓരോ വികാരങ്ങളും ഓരോ സാഹചര്യങ്ങളും ഓരോ പ്രവൃത്തികളും കറക്റ്റായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഒരിക്കലും തെറ്റില്ല, അവരെ തെറ്റിക്കാനും നമുക്ക് സാധിക്കില്ല. അവരെപ്പോഴും ഇൻറ്റ്യൂഷൻ്റെ സഹായത്തോടെ ജീവിതം ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടോ മറ്റുള്ളവരുടെ വികാരങ്ങളിൽ അകപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുറേ യുക്തിപരമായി ചിന്തിച്ചിട്ടോ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ല. അവരുടെ ഇൻറ്റ്യൂഷൻ, അതിനെ മാത്രം ശ്രദ്ധിക്കും. അവർ പ്രപഞ്ചത്തെ മാത്രം ആശ്രയിക്കും. എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം കറക്റ്റായിട്ട് ചെയ്യും. അവർക്ക് മറ്റ് ജീവിതങ്ങളിൽ അവർക്കൊരിടപാടില്ല, മറ്റ് വ്യക്തികളുടെ ഒരു കാര്യത്തിൽ അവർ ഇടപെടില്ല. അവരായി അവരുടെ ജീവിതമായി. അവർ ഒന്നും ലോകത്തിന് വേണ്ടി ചെയ്യണ്ട, അവരൊന്ന് ചുമ്മാ ഹൈ ആയിട്ട് വൈബ്രേറ്റ് ചെയ്താൽ തന്നെ ഈ എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിൻ്റെ വൈബ്രേഷന് വളരെ വളരെ ഒരു നല്ലൊരു സപ്പോർട്ടാണ്. ഹ്യൂജ് സപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കില്ല, ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഫോർ ദ പ്ലാനറ്റ് എർത്ത്. ഇതാണ് ഹൈ വൈബ്രേഷൻ. ലോ വൈബ്രേഷൻ അവരൊരു ജയിലിലാണ്. ന്യൂട്രൽ വൈബ്രേഷൻ അവരൊന്നും മൈൻഡേ ചെയ്യുന്നില്ല, അവരായി അവരുടെ പാടെ അവർ ജീവിച്ചു പോകുന്നു. ലോയും വേണ്ട ഹൈയും വേണ്ട. ഹൈ വൈബ്രേഷൻ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റികൾ ആഗ്രഹിക്കുന്നവർ, അതിൽ ജീവിക്കുന്നവർ, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവർ. പക്ഷേ എല്ലാം ജീവിതത്തിലെ എല്ലാ ക്വാളിറ്റിയും പ്രപഞ്ചം, ഇപ്പം നിങ്ങൾ ദൈവം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം അവർക്ക് ബ്ലെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഹൈ വൈബ്രേഷൻ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവായില്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഈസിയാവും എന്നാണോ? അല്ല.
ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുക. ഹൈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കാര്യമേ ഉള്ളൂ, ക്വാളിറ്റി ഓഫ് ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഗംഭീരമായിരിക്കും, ഉയർന്നതായിരിക്കും. അതിനർത്ഥം നിങ്ങൾക്ക് വലിയ സമ്പത്ത് വരുമെന്നല്ല, നിങ്ങൾ ആഗ്രഹിച്ച എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല. ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ആരോരുമില്ലാതെ ഒരു ചെറിയ കുടിലിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് പോലും ക്വാളിറ്റി ഓഫ് ലൈഫ് ആവാം. മനസ്സിലായോ? വലിയ സമ്പത്തും ഭൗതിക സുഖങ്ങളും ബെസ്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും ആവശ്യമില്ല. ഞാൻ എനർജിയുടെ കാര്യമാണ് ഹൈ വൈബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രപഞ്ചവും ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടം ഫിസിക്സും ഉദ്ദേശിക്കുന്നത്. ഹൈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സും അവരുടെ ഇമോഷൻസും ശരീരവും ഊർജ്ജങ്ങളും പക്കാ ബാലൻസ്ഡ് ആയിരിക്കും. ജീവിതം എപ്പോഴും അവരെ കൂടെ ഉണ്ടാവും, ഹെൽപ്ഫുൾ ആയിരിക്കും, ഗൈഡിങ് ആയിരിക്കും. അതിനർത്ഥം അവർ വലിയ സമ്പത്തിലും ബെസ്റ്റ് മെറ്റീരിയൽ ബെനിഫിറ്റിലും ജീവിക്കുന്നു എന്നല്ല. ഞാൻ അതാ പറഞ്ഞ്, ഒരു കുടിലിൽ ജീവിക്കുന്ന ഒരുവന് പോലും ഹയർ വൈബ്രേഷൻ പോസിബിളാണ്. ഒന്നുമില്ലാതെ ത്യജിച്ച് ജീവിക്കുന്ന ഒരു സന്യാസിക്ക് പോലും ഹയർ വൈബ്രേഷൻ പോസിബിളാണ്. അതുകൊണ്ടാണ് ഹയർ വൈബ്രേഷൻ നോട്ട് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. ശ്രദ്ധിക്കുക, ഹയർ വൈബ്രേഷൻ നോട്ട് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ഹയർ വൈബ്രേഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാം ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് ഒരു ഫാക്റ്റേ അല്ല. ഹയർ വൈബ്രേഷൻ നിങ്ങളെ അലൈൻമെൻറ്റിലേക്ക് എത്തിക്കുന്നു. ജീവിതത്തിൻ്റെ ഉയർന്ന ക്വാളിറ്റികൾ ഉണ്ടാവുമല്ലോ, വളരെ ബ്യൂട്ടിഫുള്ളായ സംഭവങ്ങളല്ലേ, അതിന് അലൈൻഡായിട്ട് നിങ്ങളെ നിർത്തുന്നു. ഒരു ലോ വൈബ്രേഷനേക്കാളും ന്യൂട്രലുള്ള ആളെക്കാളും നിങ്ങളെ എപ്പോഴും ബെസ്റ്റായിട്ട് നിർത്തുന്നു. ഹൈ ഉള്ള ആൾക്കാരെ അവിടെ കൊണ്ട് നിർത്തുന്നു. അതിനർത്ഥം നിങ്ങൾ പണിയെടുക്കേണ്ടെന്നല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ ഡിസയർ വേണം, പ്ലസ് അതിനുള്ള കപ്പാസിറ്റി വേണം. ചുമ്മാ ഇപ്പോൾ ചിലവർ പറയും നിങ്ങൾ കഠിനമായിട്ട് ആഗ്രഹിക്കൂ, യൂണിവേഴ്സ് കൈക്കൊണ്ട് തരും, കാത്തിരുന്നോ. ഓക്കെ, അവസാനം നമ്മൾ കുഴിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. നോ, കപ്പാസിറ്റി വേണം. ഓക്കെ, ആ ഡിസയറിന് ഈക്വലായ വൈബ്രേഷൻ നിങ്ങൾക്ക് വേണം, അതിനുള്ള മിടുക്ക് വേണം. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടുണ്ട്, നിങ്ങളൊന്ന് കാണാം കേട്ടോ. ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് സമയം കളയുന്നില്ല. സോ ക്ലിയർ, മൂന്നും വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലായി. ഹയർ വൈബ്രേഷൻ മാനിഫെസ്റ്റേഷന് ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, അത് വെറും അലൈൻമെൻറ്റ് മാത്രമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു ഷൂട്ട് ചെയ്ത് പഠിക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഗണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിലാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ സ്ട്രെയിറ്റിലേക്ക് ഇപ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്, നിങ്ങളുടെ നോട്ടം ആ ടാർഗറ്റിലേക്കാണ്. പക്ഷേ ഗൺ വേറെ അങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടാർഗറ്റ് കൊള്ളുക? ഒരിക്കലും കൊള്ളില്ല. ഒന്നാമത് നിങ്ങൾ ഗൺ പിടിക്കാൻ അറിയണം, അല്ലേ? അതെങ്ങനെ ഹോൾഡ് ചെയ്യാൻ അറിയണം, അതെങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് അറിയണം, അതിൽ ബുള്ളറ്റ്സ് എങ്ങനെ ലോഡ് ചെയ്യണമെന്ന് അറിയണം, അതിൽ സേഫ് എന്താണെന്ന് അറിയണം, എല്ലാ സംഭവങ്ങളും അറിയണം. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ടാണ് എയിം ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യം. ആദ്യം നിങ്ങൾക്ക് എന്തറിയണം? വൈബ്രേഷൻ എന്താണെന്നും ഹയർ വൈബ്രേഷൻ എന്താണെന്നും നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞ അലൈൻമെൻറ്റിലേക്ക്, ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് എത്തിയിരിക്കണം. ദെൻ അതിനുശേഷമാണ് നമ്മൾ ആ ഗൺ പിടിച്ച് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച ഡിസൈറിലേക്ക് ഷൂട്ട് ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മളുടെ ചോദ്യം, മെയിനായിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, എങ്ങനെയാണ് ഒരാൾക്ക് വൈബ്രേഷൻ ഹൈ ആക്കാൻ സാധിക്കുക? ഇതെല്ലാവർക്കും പറ്റും കേട്ടോ. നിങ്ങൾ വലിയ സംഭവമാവണമെന്നൊന്നും ഒരാവശ്യമില്ല. നിങ്ങൾ 30,000 15,000 രൂപ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസിന് കൊടുത്ത് ഒന്നും വർക്കാവാത്തൊരു സാധനം വാങ്ങി കബളിപ്പിക്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏതൊരു സാധാരണ വ്യക്തിക്കും നിങ്ങൾ ഒരു പൈസ പോലും മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് മാത്രം പൈസ മുടക്കേണ്ടി വരും, ബട്ട് അത് ഒരു കമ്പൽസറി ഫാക്ടർ അല്ല. നിങ്ങൾക്ക് അത്രയും ആവശ്യമാണ്, നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം വൈബ്രേഷൻ കൂട്ടാൻ ഒരു ചിലവ് നിങ്ങൾക്ക് വരാൻ പാടില്ല. സോ അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, 3 വഴിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാൻ സാധിക്കും. ഒന്നാമത്തെ, മെഡിറ്റേഷൻ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയി പറയുകയാണ്, ഞാനിവിടെ എന്താ പറയുക, വലിയൊരു പ്രോമിസ് നിങ്ങൾക്ക് നൽകുകയാണ്. ദാറ്റ് മെഡിറ്റേഷനേക്കാളും ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിയിൽ ഒരാളുടെ വൈബ്രേഷൻ കൂട്ടാൻ ബെസ്റ്റായ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ചില മടിയന്മാർക്കും മടിച്ചുകൾക്കും തോന്നും, ഇല്ല നമുക്ക് അഫർമേഷൻ ഉപയോഗിച്ചുകൂടെ, എന്തിനാ കഷ്ടപ്പെട്ട് മെഡിറ്റേറ്റ് ചെയ്യണത്? അതാ നിങ്ങളത് കെട്ടുപിടിച്ചിരുന്നോളൂ. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ജസ്റ്റ് അൺസബ്സ്ക്രൈബ് ആൻഡ് ലീവ് ഇറ്റ്. പക്ഷേ ഇഫ്
ഈ സൃഷ്ടി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് വൈബ്രേഷൻ ആണെങ്കിൽ, ഈ പറയുന്ന മനുഷ്യനും ഒരു വൈബ്രേഷൻ ആണെങ്കിൽ, ആ വൈബ്രേഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന, അതിനെ നമ്മളുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഈ സൃഷ്ടിയിലെ ഒരേ ഒരു ടൂളേ ഉള്ളൂ മെഡിറ്റേഷൻ. ആ ടൂളിനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, പല രീതിയിൽ നമുക്കതിനെ ഓൾട്ടർ ചെയ്ത് കൺട്രോൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഫണ്ടമെൻ്റലി അതിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് മെഡിറ്റേഷൻ ഓൺലി. ഒരു കുറച്ചുകൂടി ബ്രോഡായി പറയുകയാണെങ്കിൽ യോഗ ആൻഡ് യോഗ ഓൺലി. അതുകൊണ്ടാണ് പലതവണ റിപ്പീറ്റായിട്ട് എല്ലാവരോടും, ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് സീരിയസ് ആണെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങൾ സീരിയസ് ആയി എടുത്തേ പറ്റൂ. നിങ്ങൾക്കൊരു വാഹനം വാങ്ങണമെന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ അതിനടിക്കേണ്ട ഇന്ധനം, ഫ്യുവൽ, അതിനും നിങ്ങൾ കാശ് കണ്ടിരിക്കണം. അതിനുള്ള മെയിൻ്റനൻസും നിങ്ങൾ കണ്ടിരിക്കണം, റിപ്പയറിങ് കണ്ടിരിക്കണം. അതേപോലെ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചു, അതിൻ്റെ ഫ്യുവൽ ആര് കൊടുക്കും? ആരെങ്കിലും വന്ന് തരുമോ? നിങ്ങൾ തന്നെ കൊടുക്കണം. നിങ്ങളൊരു കാർ വാങ്ങിച്ച് നിങ്ങളുടെ ഫ്യുവൽ വേറെ ആരെങ്കിലും ആണോ അടിച്ചു തരിക? ഗവൺമെൻറ് സബ്സിഡി തരുമോ? ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ ആ ഡിസയറിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഫ്യുവൽ അത് മെഡിറ്റേഷൻ മാത്രമാണ്. ആരാണതിന് ഫ്യുവൽ കൊടുക്കുക? നിങ്ങൾക്ക് വേണ്ടി വേറെ ആൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ കോഴ്സ് എടുക്കൂ, ഈ കോഴ്സ് എടുക്കൂ, ഹയർ വൈബ്രേഷൻ, നെവർ. ഈ വീഡിയോ കേട്ടു നിങ്ങൾക്ക് വൈബ്രേഷൻ കൂടി, നെവർ. ഈ വീഡിയോ കണ്ട് ഇൻസ്പയറായി നിങ്ങൾ മെഡിറ്റേഷൻ പഠിക്കാൻ തീരുമാനിച്ചു, വെരി ഗുഡ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ അധ്വാനിക്കുന്നു. മീൻസ് അതിനു വേണ്ടി ബിഗിനേഴ്സിന് കുറച്ച് കഷ്ടമായിരിക്കും. പക്ഷേ ഒരു മാസം ഞാൻ പ്രോമിസ് ചെയ്യണം, ഒറ്റ മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ വേറെ ചാനലിൽ യോഗ കോഴ്സിന് കൊടുക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ കോഴ്സല്ല, യോഗ, ക്ലാസിക്കൽ അഷ്ടാംഗ യോഗ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒന്നും അറിയാതെ വന്നിട്ട് വെറും 7 ദിവസത്തിൽ വളരെ ആഴമേറിയ ധ്യാനം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അവിടെ പ്രോമിസ് ചെയ്യുന്നൊന്നുമില്ല 7 ദിവസത്തിൽ നിങ്ങൾ ധ്യാനിക്കുന്നൊന്നും ഒരു പ്രോമിസും കൊടുക്കുന്നില്ല. നമ്മൾ വേറെ രീതിയിലാണത് കൊടുക്കുന്നത്. അത് ആഗ്രഹിച്ച ആൾക്കാരെ വരുന്നു, കൊടുക്കുന്നു, അവർ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് അവർ ധ്യാനിക്കുന്നു. ഒരിക്കലും ധ്യാനിക്കാൻ നിങ്ങൾ 7 ദിവസത്തെ പഠിക്കും എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാനൊന്ന് സപ്തവാഹി എന്നൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്കിൽ, അതെടുത്ത് ചെയ്താലും മതി, യു വിൽ നോ. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു മെഡിറ്റേഷൻ. അങ്ങനെയാണ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വൈബ്രേഷൻ കൂട്ടി ഹയർ വൈബ്രേഷനിലേക്ക് എത്തുന്നത്. അതിനെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര ലെവലുകൾ വരെ കൂട്ടിക്കൊണ്ടുവരാം. അത് കൂടുന്തോറും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും. നിങ്ങൾ എന്താവും? അലൈൻഡ് ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയറുകളോട് നിങ്ങളൊരു റൈറ്റ് ട്രാക്കിലെത്തും. നിങ്ങളുടെ ഗൺ അതിനോട് ടാർഗറ്റഡ് ആവും. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല, അല്ലേ? ഹയർ വൈബ്രേഷൻ കിട്ടി, ഇനി ഇത് ലോഞ്ച് ചെയ്യണം, അല്ലേ? ബട്ട് ഞാനിവിടെ ലോഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ വീഡിയോ. എങ്ങനെ ഹയർ വൈബ്രേഷൻ ആക്കണം എന്നുള്ളതാണ് ഞാനൊന്ന് പറഞ്ഞു. ഒന്ന് മെഡിറ്റേഷൻ. ഇപ്പോൾ ചിലർക്കുണ്ട് ചോദ്യം ഉണ്ടാവും, പഠിപ്പിച്ച് തരാമോ? അതിനാണ് CI മെഡിറ്റേഷൻ വരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കാം. ദെൻ രണ്ടാമത്തെ പോയിന്റ്, മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? സാത്വിക് റൊട്ടീൻസ്. സാത്വികം എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ? സ്വാത്വിക് എന്ന് പറയുന്ന ചിലവർ സാത്വികം എന്ന് പറയുന്നു, സാത്വിക് എന്ന് പറയുന്നു, ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻ. ബട്ട് കാര്യം നിങ്ങൾക്കറിയാം, ഇതൊരു വേദകാലഘട്ടം മുതൽ ഒരു മനുഷ്യനുള്ള 3 ക്വാളിറ്റികൾ, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള 3 ക്വാളിറ്റികളാണ്. സാത്വികം, രജോഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളുണ്ട്. ഓക്കെ, സാത്വികം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായ ദ മോസ്റ്റ് ഹയർ വൈബ്രേഷൻ. അതാണ് സാത്വിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ പോസിറ്റീവായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. അതായത് അപ്ലിഫ്റ്റിംഗ് ആയ ഹയർ വൈബ്രേഷനുള്ള ഭക്ഷണങ്ങൾ മാത്രം എടുക്കുക. അത് ഏതൊക്കെ ഭക്ഷണം എന്നുള്ള പ്രോപ്പർ യോഗ ചാർട്ട് തന്നെയുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, മാനിഫെസ്റ്റേഷനും യോഗയും വളരെ കണക്റ്റഡ് ആണ്. യോഗ ഇല്ലാതെ ഒരു കാര്യം നമുക്ക് വലിയ സംഭവങ്ങൾ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ റൂൾസും ഒക്കെ യോഗയിലാണ്. സോ സാത്വിക് എന്ന് പറയുമ്പോൾ തന്നെ സാത്വിക്കായ ഹയർ വൈബ്രേഷനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, അതിനൊരു ചാർട്ടുണ്ട്. നിങ്ങൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ട ചാർട്ടുണ്ട്. ഏത് സമയത്ത് ഉറങ്ങി എണീക്കണം, എന്തൊക്കെ ഹാബിറ്റുകൾ പാലിക്കണം, നിങ്ങളെങ്ങനെ നടക്കണം, ഏത് ടൈപ്പ് ഡ്രസ്സ് ഇടണം, ആ ഡ്രസ്സ് ഏത് മെറ്റീരിയലായിരിക്കണം, നിങ്ങൾ എന്തിലാണ് വെള്ളം കുടിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴാണ് ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇങ്ങനെ വളരെ ചെറിയ റൂളുകളാണ്. പക്ഷെ അതെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ എഫേർട്ട്ലെസ്ലി കൂടും. അതുകൊണ്ടല്ലേ പണ്ട് മുതലുള്ള ആൾക്കാർ പറയുന്നത് നേരത്തെ എണീക്കൂ,
രാവിലെ തന്നെ കുളിക്കൂ, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കൂ. ഏതോ ഭക്ഷണം എന്നല്ല, വെജിറ്റേറിയൻ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കൂ. ഇന്ന ഭക്ഷണം ധാരാളം കഴിക്കൂ, ഇത് ധാരാളം കഴിക്കരുത്. എരിവ്, പുളിയുള്ള ഭക്ഷണങ്ങൾ, ടേസ്റ്റുള്ളത് കുറയ്ക്കൂ. മധുരം അധികം എടുക്കരുത്, ഉപ്പ് അധികം എടുക്കരുത്. എന്തുകൊണ്ട് അതൊക്കെ പറയുന്നത്? ഒരാളെ മാനസികമായി കഷ്ടപ്പെടുത്താനല്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ വൈബ്രേഷൻ കൂടും. അങ്ങനെ കൂടിയാൽ ആർക്കെങ്കിലും എങ്ങനെയാണ് ഹയർ വൈബ്രേഷൻ കൂട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പണ്ടുള്ള ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു തന്നത്. പക്ഷെ നമ്മളത് എന്തോ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് എറിയാൻ തുടങ്ങി. അതോടെ നമ്മുടെ വൈബ്രേഷൻ പോയി, കുളമായി. ഇപ്പം എല്ലാവരും ലോവറാണ്. മീൻസ് മെജോറിറ്റി ആൾക്കാർ ലോവറാണ്. ഹയർ വളരെ കയ്യിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അവരെയാണെങ്കിൽ പുറത്ത് കാണൂല്ല. അവർ റെയർ ആൾക്കാരാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനത്തെ റൂട്ടീൻസാണ് സാത്വിക്. ഇത് ഡീറ്റെയിൽ ആണ്. നമുക്കൊരു 5 മിനിറ്റിലോ ഒരു അരമണിക്കൂറിലോ പറഞ്ഞു തീർക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഫുഡിൻ്റെ കാര്യം, നിങ്ങൾ എപ്പോൾ കുളിക്കണം എന്നുള്ള കാര്യം, എങ്ങനെ കുളിക്കണം എന്നുള്ള കാര്യം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം, ഏത് ഡ്രസ്സ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം, ആ ഡ്രസ്സ് ഏത് മെറ്റീരിയൽ അയക്കണം എന്നുള്ള കാര്യം, നിങ്ങൾ എന്തിൽ വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം, എപ്പോൾ കുളിക്കണം എന്നുള്ള കാര്യം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരാളുടെ ഫുൾ ലൈഫ് സ്റ്റൈൽ തന്നെ അതിൽ അടങ്ങുന്നുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യണം. ഒരു സ്ട്രക്ചേർഡ് ചാർട്ടായിട്ട് തന്നെ ഉണ്ടാക്കണം, അല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നേരത്തെ കഴിച്ച ശീലമില്ലെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരിക. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാതെ തോന്നിയ സമയത്ത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ടൈമിൽ കൊണ്ടുവരിക. മെഡിറ്റേഷൻ ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ സാത്വിക്കിൻ്റെ ഒരു ബേസിക്കായി, ബട്ട് ആ ഒരു അഡ്വാൻസ് ലെവൽ നമ്മളായിട്ടില്ല. അതുകൊണ്ടാണ് 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ട്രക്ചേർഡ് ഗൈഡൻസ് പറയുന്നത്. അതായത് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. എന്ത് മെഡിറ്റേഷൻ? പല മെഡിറ്റേഷൻസ് ഉണ്ട്. അതിൽ എപ്പോഴും ക്ലാസിക്കൽ മെഡിറ്റേഷൻ എന്ന് പറയും, അതായത് ശ്വാസത്തെ ശ്രദ്ധിച്ചുള്ള ഒരു മെഡിറ്റേഷൻ. അതാണ് എല്ലാവർക്കും ഞാൻ പേഴ്സണലി അഡ്വൈസ് ചെയ്യുക. അതൊന്ന് നിങ്ങളൊരു 20-30 വർഷം അത് മാത്രം ചെയ്താൽ പോലും നിങ്ങളുടെ വൈബ്രേഷൻ ഒരാൾക്കും തൊടാൻ പറ്റാത്ത ലെവലായിരിക്കും. യെസ്, ജസ്റ്റ് ദാറ്റ് വൺ മെത്തേഡ്. നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു സൈഡുണ്ട്. ഈ 3ാമത്തെ പോയിന്റ് സ്ട്രക്ചേർഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡിസയർ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ വൈബ്രേഷൻ എന്താണ്, ഇതെങ്ങനെ കൂട്ടാൻ സാധിക്കും, ഇവരെന്തൊക്കെ റൊട്ടീൻസ് കൊണ്ടുവരണം, എന്തൊക്കെ സാത്വിക് റൂൾസ് ഫോളോ ചെയ്യണം, എത്ര ദിവസത്തിൽ ഇത് കവർ ചെയ്യണം, എത്ര ദിവസത്തിലായിരിക്കും വൈബ്രേഷൻ കൂടുക, അതിനുശേഷം എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, അതിനുശേഷമുള്ള മാസങ്ങളും വർഷങ്ങളും അവരുടെ വൈബ്രേഷൻ എങ്ങനെ ഹൈ ആയിട്ട് നിർത്തണം. കേൾക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നത് കണ്ടോ? ഇതാണ് സ്ട്രക്ചേർഡ് ഗൈഡൻസ്. അതായത് A to Z ഒരാൾ എന്തൊക്കെ ചെയ്താലാണ് അവരുടെ വൈബ്രേഷൻ ഹയർ ആയിട്ട് പെർമനൻ്റ്ലി നിലനിർത്താൻ പറ്റുക എന്നുള്ളൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. വളരെ ആഴത്തിലുള്ളൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി എന്ന് തന്നെ നമുക്കതിനെ പറയാൻ സാധിക്കും. അതിൽ ജസ്റ്റ് മെഡിറ്റേഷൻ, ജസ്റ്റ് റൊട്ടീൻ എന്നുള്ളത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും, മെഡിറ്റേഷൻ പ്രാക്ടീസസ്, പ്രാണായാമ, ഫോക്കസ്ഡ് ഡിസയർ മാനിഫെസ്റ്റേഷൻ, ദെൻ ഈ പറയുന്ന സാത്വിക് റൂൾസ്, അങ്ങനെ ഒരുപാട് മേഖലകൾ ഒരുമിച്ച് വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതാണ് ഈ സ്ട്രക്ചേർഡ് ഗൈഡൻസ്. ഇതാണ് ഞാനിവിടെ കോഴ്സായി പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാനൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുകയാണെങ്കിൽ അല്ല, ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഐഡിയ. അല്ലാതെ 10,000 15,000 വാങ്ങിച്ചിട്ട് ഒരു 10, 20, 100 അഫർമേഷൻ തന്നിട്ട് എന്നാൽ ഇരുന്ന് ഇമ്പോസിഷൻ എഴുതിക്കോ, അങ്ങനെയല്ല. ഞാൻ ഇത്രയും കാലം വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യണം, എങ്ങനെ ലിസ്റ്റ് ചെയ്യണം, എങ്ങനെ ആദ്യം വൈബ്രേഷൻ കൂട്ടണം, എങ്ങനെ നിങ്ങളുടെ റൊട്ടീൻ പെർഫെക്റ്റ് ആക്കണം, നിങ്ങൾ എങ്ങനെ ഹെൽത്തി ആക്കണം, ദെൻ ഫൈനലി എങ്ങനെ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഈഗോന് അത് വിട്ടുകൊടുക്കാതെ യൂണിവേഴ്സിന് ആ കാര്യം കൊടുത്ത് യൂണിവേഴ്സിൻ്റെ കോസ്മിക് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ജീവിതം ഫുൾഫിൽ ആവണം. ദിസ് ഈസ് മൈ ഗോൾ. ഇതാണ് എൻ്റെ ഫോക്കസ്. ഞാൻ പറയുന്ന പോലെയോ എൻ്റെ മനസ്സ് പറയുന്ന പോലെയോ അല്ല എൻ്റെ ആഗ്രഹം ഒരിക്കലും മാനിഫെസ്റ്റ് ആവേണ്ടത്. നമ്മൾ വളരെ ചീപ്പായി പോകും. നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രം നമ്മുടെ മനസ്സിൻ്റെ ജോലി. അതെങ്ങനെ സംഭവിക്കണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ കോസ്മിക് ഇൻ്റലിജൻസ് പ്രകാരം നടക്കേണ്ടതാണ്. എന്നാലേ മാജിക്ക് നടക്കുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം. കാരണം എനിക്ക് ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് ഒരു മാജിക് ഷോയോ ഈവൻ ദൈവമോ അല്ല, എൻ്റെ സ്വന്തം ജീവിതമാണ്. ഇത് അഹങ്കാരത്തിൽ പറയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മരിച്ച് ജനിച്ചു വന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെക്കാളും വലിയൊരു മാജിക് ഒരിക്കലുമില്ല. അതിനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി പ്രപഞ്ചത്തിനാണ്. അത് ഞാൻ ചെയ്ത കാര്യങ്ങളും പ്രപഞ്ചത്തിന് അലയേണ്ടതായിട്ട് മാത്രമാണ്. അല്ലാതെ എൻ്റെ ഈഗോയും എൻ്റെ മനസ്സും പറയുന്ന പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിന് വരിക.
ഒരു കാരണവശാലും ഈഗോന് വിട്ടുകൊടുക്കരുത്. പ്രപഞ്ചം നമ്മളെക്കാളും വലിയ ഇൻ്റലിജൻസാണ്. നമ്മളിവിടെ വരുന്നതിനേക്കാളും ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ളതാണ് സൃഷ്ടി. CI കോസ്മിക് ഇൻ്റലിജൻസ്. അതിനറിയും എന്ത് ചെയ്യണം. അതിനാസ്പദമാക്കിയാണ് ഈ സ്ട്രക്ചേർഡ് ഗൈഡൻസ്, ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.